ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളുടെ സാറ്റലൈറ്റ് ഇമേജുകൾ പകർത്തിയത് റഷ്യയുടെ ചാരക്കണ്ണുകളെന്ന ഗുരുതര ആരോപണവുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ ഇറാന് പൂർണ്ണ പിന്തുണ നൽകിയത് റഷ്യയാണെന്നും സെലൻസ്കി ആരോപിച്ചു. സൗദി അറേബ്യയിലെ സുൽത്താൻ എയർബസിന്റെ സാറ്റലൈറ്റ് ചിത്രം ആക്രമണത്തിന് മുൻപ് പലതവണ റഷ്യ ഒപ്പിയെടുത്തതായും സെലൻസ്കി ആരോപിക്കുന്നുണ്ട്. മാർച്ച് 24 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ ഡിഗോഗാഷ, കുവൈറ്റ് എയർപോർട്ട്, സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബസ്, തുർക്കിയിലെ ഇൻസിലെക് എയർബസ് തുടങ്ങിയ താവളങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ ഇറാനു വേണ്ടി പകർത്തിയതായി തനിക്ക് വിവരം ലഭിച്ചുവെന്നും സെലൻസ്കി വ്യക്തമാക്കുന്നു. തുടർച്ചയായി റഷ്യൻ ചാരക്കണ്ണുകൾ നടത്തിയ നിരീക്ഷണം ആക്രമണത്തിന് ഇറാനെ സജ്ജരാക്കാൻ വേണ്ടിയാണെന്നും സെലൻസ്കി മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യയുടെ നടപടി അമേരിക്കൻ, ബ്രിട്ടീഷ് താവളങ്ങളെയും ഗൾഫ് മേഖലയിലെ സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്നവയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർച്ച് 24 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ് സമൂഹത്തിലുള്ള ഡിഗോഗാഷയിലെ US-UK സംയുക്ത സൈനിക താവളത്തിന്റെ ചിത്രങ്ങൾ റഷ്യ രഹസ്യമായി ഒപ്പിയെടുത്തു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും ഗ്രേറ്റർ ബൂഗാൻ എണ്ണപ്പാടത്തിന്റെ ഭാഗങ്ങളും ചിത്രങ്ങളും പകർത്തി. മാർച്ച് 25 സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബസിന്റെ ചിത്രങ്ങൾ എടുത്തു. മാർച്ച് 26 ഷെയ്ബ എണ്ണവാതകപ്പാടം, തുർക്കിയിലെ ഇൻസിലെക് എയർബസ്, ഖത്തറിലെ അൽ ഉദൈദ് എയർബസ് എന്നിവയുടെയും ചിത്രങ്ങൾ റഷ്യ പകർത്തിയതായി സെലൻസ്കി എക്സിൽ കുറിച്ചു. ഇതിന് പിന്നാലെ ഇറാൻ ഈ മേഖലകളിൽ ആക്രമണം നടത്തി. ഈ പട്ടികയിൽ യുക്രൈൻ കേന്ദ്രങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും അമേരിക്ക, പശ്ചിമേഷ്യ, UK താവളങ്ങൾക്കെതിരെ നിരീക്ഷണം നടത്തി വരുമാനം നേടുകയും ആക്രമണത്തിനായി രഹസ്യാന്വേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിനു മേലുള്ള ഉപരോധം നീക്കുന്നതിലൂടെ ആരെയാണ് സഹായിക്കുന്നതെന്ന് ചിന്തിക്കണമെന്നും സെലൻസ്കി പറഞ്ഞു. യുക്രൈൻ സജ്ജീകരണങ്ങളും കേന്ദ്രങ്ങളും നിരീക്ഷിക്കപ്പെടുമ്പോൾ അവ സംരക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. കാരണം ഞങ്ങളുടെ ഊർജ്ജ, ജല അടിസ്ഥാന സൗകര്യങ്ങൾ, സൈനിക സൗകര്യങ്ങൾ എന്നിവയൊക്കെ ആക്രമിക്കുകയും നിരീക്ഷിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ നിരീക്ഷണം ആക്രമണത്തിന്റെ തയ്യാറെടുപ്പാണെന്ന് മനസ്സിലാക്കണം. റഷ്യ ചെയ്യുന്നത് ഇതാണെന്നും സെലൻസ്കി ആരോപിക്കുന്നു. അതേസമയം ഇറാനിൽ നിന്നുള്ള ഷാഹിദ് മിസൈലുകളെ പ്രതിരോധിക്കാൻ സഹായിക്കാമെന്നും പകരം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഡീസൽ വിതരണത്തിൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇറാനിയൻ ഡ്രോണുകൾ ഇപ്പോഴും വലിയ ഭീഷണിയാണെന്ന് സെലൻസ്കി ചൂണ്ടിക്കാട്ടി. ഇത് പരിഹരിക്കുന്നതിനായി ഡ്രോണുകളെ തകർക്കാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് യുക്രൈൻ വൈദഗ്ധ്യം നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ ആസ്ഥാനമായ ICTV ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ 2 പ്രധാന കൂടിക്കാഴ്ചകൾ നടത്തിയെന്നും അത് യുക്രൈന് പോസിറ്റീവാണെന്നും സെലൻസ്കി പറഞ്ഞു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി താൻ ചർച്ച നടത്തിയെന്നും ഇന്ധന വിതരണത്തെക്കുറിച്ചും പ്രതിരോധ സഹകരണത്തെക്കുറിച്ചും ഇരുവരും സംസാരിക്കുകയും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഡ്രോൺ പ്രതിരോധത്തിന് സഹായിക്കുന്നതിനായി യുക്രൈനിൽ നിന്നുള്ള സൈനിക വിദഗ്ധരുടെ ഒരു സംഘം ഇതിനകം തന്നെ മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ടെന്നും ഈ സംഘവുമായി ചർച്ച നടത്തിയതായും സെലൻസ്കി പ്രസ്താവിച്ചു. ഇറാനിയൻ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായം അഭ്യർത്ഥിച്ചിരുന്നതായും സെലൻസ്കി നേരത്തെ പറഞ്ഞിരുന്നു. സഹായം നൽകാൻ തയ്യാറാണെന്നും ഇതിന് പകരമായി പേട്രിയറ്റ് മിസൈലുകൾ നൽകണമെന്നും വെടിനിർത്തലിനായി മധ്യേഷ്യൻ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും സെലൻസ്കി ആവശ്യപ്പെടുകയും ചെയ്തു. ഏത് രാജ്യത്തിന്റെയും സഹായം സ്വീകരിക്കാൻ തയ്യാറാണെന്നായിരുന്നു വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഇറാനിൽ കരയുദ്ധം നടത്തുന്നതിനുള്ള പദ്ധതികൾക്ക് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ മണ്ണിൽ ആഴ്ചകൾ മാത്രം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ സൈനിക നീക്കങ്ങളാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിനായി ആയിരക്കണക്കിന് US മരീനുകളും സൈനികരും മേഖലയിൽ ഇതിനോടകം തന്നെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടിയിലേക്ക് നീങ്ങാനാണ് അമേരിക്കയുടെ തീരുമാനമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.